ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് PSCയുടെ ആ ഒരു ജേണി കൃത്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഇഷ്ടം പോലെ എക്സാമുകൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നു. അപ്പൊ പുതുതായിട്ട് പാസ് ഔട്ട് ആയിട്ടുള്ള വിദ്യാർത്ഥികള്, അതേപോലെ തന്നെ കഴിഞ്ഞ എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ പറ്റാതെ പോയ ആളുകള്, അവരൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് ഇനി എന്തൊക്കെ എക്സാമുകളാണ് വരാനുള്ളത് എന്നുള്ളത്. സോ ആ ചോദ്യം ഒന്ന് അഡ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇനി വരാനിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, അതായത് അടുത്ത PSC എക്സാം സീസണിലേക്ക് പോകുമ്പോൾ എന്തെല്ലാം എക്സാംസുകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. അതായത് 2024 നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. 2024 മാത്രമല്ല, 2024, 2025 വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ അടുത്തൊരു 3 വർഷത്തിനുള്ളിൽ എന്തൊക്കെ വരാൻ സാധ്യതയുണ്ട്, ആ രണ്ടുമാണ് ഞാൻ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ ആദ്യമേ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞു പോയ എക്സാമുകളെ കുറിച്ച് ഓർത്ത് റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഇനി വരാനിരിക്കുന്ന എക്സാമുകളായിരിക്കണം നിങ്ങളുടെ ഫോക്കസ് എന്ന് പറയുന്നത്. അതായത് നെക്സ്റ്റ് ഇയറിൽ തന്നെ വരാൻ സാധ്യതയുള്ള എക്സാംസ് ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ RRB JEE എക്സാം ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. ഇതിനെക്കുറിച്ച് ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് റെഫർ ചെയ്യാം. ഓക്കെ, സോ RRB JEE എക്സാം തന്നെയാണ് നെക്സ്റ്റ് ഇയറിൽ നടക്കാൻ പോകുന്ന ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ള ഇലക്ട്രിക്കൽ എക്സാം എന്ന് പറയുന്നത്. രണ്ടാമത് വരാൻ പോകുന്നത് SSC JEE ആണ് കേട്ടോ. SSC JEE എക്സാം എല്ലാ വർഷവും നടക്കാറുണ്ട്. അത് അടുത്ത വർഷവും നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യാം. ദെൻ RRB SSC എന്ന് പറഞ്ഞ പോസ്റ്റ്, അതായത് RRB സീനിയർ സെക്ഷൻ എഞ്ചിനീയർ, അതായത് ജൂനിയർ എഞ്ചിനീയറെക്കാട്ടിലും പ്രൊമോഷൻ വരുന്ന ഒരു പോസ്റ്റാണ് സീനിയർ സെക്ഷൻ എഞ്ചിനീയർ. സോ അതിലേക്കും ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് നടക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ദെൻ ഓവർസിയർ എക്സാം KDDCയിൽ വന്നിട്ടുണ്ട്. ഇലക്ട്രീഷ്യൻ എക്സാം വരുന്നുണ്ട്. അതേപോലെ ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ IEO എക്സാം, ഈ എക്സാമിന്റെ റാങ്ക് ലിസ്റ്റ് ജാനുവരിയിൽ എന്ത് ചെയ്യാണ്, എക്സ്പയർഡ് ആവാൻ പോവാണ്. സോ അതും എന്ത് ചെയ്യാം, കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് ഏകദേശം 56ഓളം പേർക്ക് ജോബ് വന്നിട്ടുണ്ട്. സോ അതും തീർച്ചയായിട്ടും പുതിയ എക്സാം വിളിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ ഹാർബർ എഞ്ചിനീയറിംഗ്, ഹാർബർ എഞ്ചിനീയറിംഗ് കേട്ടോ, ഹാർബർ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന എക്സാമുകൾ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അവിടെ ഉണ്ട്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇല്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഈ ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ കഴിഞ്ഞ വർഷം, അതായത് ഈ വർഷം നിങ്ങൾക്കറിയാം ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ഏതായിരുന്നു, സബ് എഞ്ചിനീയർ ആണ്. അതിനേക്കാൾ വേക്കൻസി വരാൻ പോകുന്ന പോസ്റ്റാണ് RRB ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിൽ എത്രയോ ഹയർ ആയിട്ടുള്ള വേക്കൻസീസോട് കൂടിയാണ് RRB JEE വരാൻ പോകുന്നത്. സോ അത് ക്രാക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് 2024 നിങ്ങൾ എയിം ചെയ്യേണ്ട നിങ്ങളുടെ പ്രൈമറി ടാസ്ക് എന്ന് പറയുന്നത്. സോ നോട്ട് ചെയ്ത് വെച്ചോളൂ, RRB JEE. SSC JEE നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. SSC JEE നിങ്ങൾ ഒരിക്കലും വിട്ടുകളയരുത്. ഈ പറഞ്ഞ എക്സാമുകളൊക്കെയാണ് നെക്സ്റ്റ് ഇയറിൽ നമുക്ക് വരാൻ പോകുന്നത്. ഇനി പുതുതായിട്ട്, അതായത് ഈ വർഷം പാസ് ഔട്ട് ആകാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ അടുത്താണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അതായത് നെക്സ്റ്റ് ഒരു 3 ഇയറിൽ വരാൻ പോകുന്ന എക്സാമുകൾ. അതായത് നിങ്ങൾക്കറിയാം KSEB സബ് എഞ്ചിനീയറിന്റെ മെയിൻ ലിസ്റ്റ് വന്നിട്ടുണ്ട് അല്ലെ. KSEB സബ് എഞ്ചിനീയർ മെയിൻ ലിസ്റ്റ് വന്നിട്ടുണ്ട്. എൻട്രിയിലെ ഉദ്യോഗാർത്ഥികളെ തകർത്തടിച്ച ഒരു എക്സാം ആയിരുന്നു അല്ലെ KSEB സബ് എഞ്ചിനീയർ എക്സാം. ഏതാണ്ട് 120-ലധികം ആളുകൾ ഗോൾഡ് ബാച്ചിൽ നിന്ന് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ മാത്രം ഈ മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ അഭിമാനമുള്ള ഒരു കാര്യമാണ്. സോ ഈ സബ് എഞ്ചിനീയർ ലിസ്റ്റ് വന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്, 3 വർഷത്തിനുള്ളിൽ സബ് എഞ്ചിനീയർ വീണ്ടും വിളിക്കും. അതായത് ഓരോ റാങ്ക് ലിസ്റ്റിനും 3 വർഷമാണ് എന്ത് ചെയ്യാനുള്ളത്, വാലിഡിറ്റി ഉള്ളത്. സോ സബ് എഞ്ചിനീയർ എക്സാം നെക്സ്റ്റ് 3 ഇയറിൽ നമുക്ക് തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യാം. KSEB ലിസ്റ്റ് വന്നിട്ടില്ല, അപ്പൊ ഒരു 3 വർഷത്തിനുള്ളിൽ പ്രതീക്ഷിക്കേണ്ട. 3 വർഷം കഴിഞ്ഞ് കുറച്ചുകൂടി കഴിഞ്ഞിട്ടായിരിക്കും ഈ എക്സാം വരുന്നുണ്ടാവുക. അതേപോലെ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാം ഓൾറെഡി അതിൽ അതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട്. ഒരു 3 മാസത്തോളം ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും അവിടെ സാധ്യതയുണ്ട്. ലെക്ചർ ഇൻ പോളിടെക്നിക് വേക്കൻസി, അതായത് നിലവിലുള്ള എക്സാം കഴിഞ്ഞിട്ടേ ഉള്ളൂ, അതിന്റെ റാങ്ക് ലിസ്റ്റ് ഒന്നും വന്നിട്ടില്ല. സോ അവിടെയും ഭാവിയിൽ, അതായത് നെക്സ്റ്റ് 3 ഇയേഴ്സിലൊക്കെ അതിന്റെ നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യതകളുണ്ട്. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഓപ്പർച്യൂണിറ്റി RRB തന്നെയാണ്. പിന്നെ ലോങ് ടേമിലേക്കുള്ള ഈ കോഴ്സുകൾ ഞാൻ എന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ എക്സാമുകൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആർക്കാണ് വിജയിക്കാൻ കഴിഞ്ഞത്, നേരത്തെ പഠിച്ചു തുടങ്ങിയ വിദ്യാർത്ഥികൾക്കാണ്, ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ എക്സാമിൽ ഉന്നത വിജയം നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ട എക്സാം തിരിച്ചറിഞ്ഞുകൊണ്ട് നേരത്തെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു മികച്ച ഉജ്ജ്വല വിജയമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സോ അതിനുവേണ്ടി സിൻസിയർ ആയിട്ട് പരിശ്രമിക്കുക. എൻട്രി ആപ്പും ടീം എൻട്രിയും നിങ്ങളോടൊപ്പം ഉണ്ടാവും. So thank you for listening. Have a nice day.